ഒരുപാട് സംശയങ്ങൾ വന്ന ഒരു ചോദ്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുവൈത്തിൽ വന്നു, കുറച്ച് നിന്ന് 6 മാസം 1 കൊല്ലമൊക്കെ നിന്ന് നാട്ടിൽ പോയി, ക്യാൻസലാക്കാതെ നാട്ടിൽ പോയി, എന്നിട്ട് പിന്നെ വന്നില്ല. അതിനുശേഷം 1 വർഷമോ 1.5 വർഷമോ അല്ല 6 മാസമോ കഴിഞ്ഞ് തിരിച്ച് വരണം എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ നമ്മൾ പുതിയ വിസ എടുക്കാൻ നോക്കുമ്പോൾ വിസ കിട്ടുന്നില്ല, റിജക്റ്റ് ആവുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ റിജക്റ്റ് ആവുന്നത്, അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സാലി സാഹിബ് നമ്മുടെ കൂടെ ഉണ്ട്. സാലി സാഹിബ് എന്തെല്ലാണ് നമുക്ക്, അതായത് ഈ 18 നമ്പർ വിസയ്ക്കാണ് ഇങ്ങനെ 18 നമ്പർ വിസ, അതായത് എല്ലാ കാറ്റഗറിയിലും പെടുന്ന ഒരു 18 നമ്പറിൻ്റെ എല്ലാ കാറ്റഗറിയിലും മുബാറക്കൽ കബീർ ആയാലും മറ്റുള്ള വിസകളിൽ മാൻ പവർ അതോറിറ്റിയായി പ്രീ വർക്ക് പെർമിറ്റ് ഇറക്കി കൊണ്ടുവരുന്ന വിസകൾക്കാണ് ഇത് പ്രശ്നമുള്ളത്. അതായത് നമ്മളൊരു ആൾക്ക് ആദ്യം വിസ എടുക്കും, 18 നമ്പർ വിസ, കൊമേഴ്സ്യൽ വിസ, നോർമൽ വിസ എടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് അയാളുടെ പാസ്പോർട്ട് കോപ്പിയും ആ കമ്പനിയുടെ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് അയാൾക്കൊരു പ്രീ വർക്ക് പെർമിറ്റാണ് ഇറക്കുന്നത്. പ്രീ വർക്ക് പെർമിറ്റ് ഇറക്കിയതിന് ശേഷം നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇവിടെ വരാനുള്ള ഒരു എക്സിറ്റ് വേണം, കുവൈറ്റിലേക്ക് വരാനുള്ള ഒരു എക്സിറ്റ് വേണം. ആ എക്സിറ്റിന് വേണ്ടിയാണ് പിന്നീട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അത് ഇവർ തമ്മിൽ ലിങ്കാണ്, അതായത് മാൻ പവർ അതോറിറ്റിയും MOA ലിങ്ക് ആയതുകൊണ്ടാണ് അത് നമ്മൾ ആദ്യം അവിടെ റിക്വസ്റ്റ് ചെയ്ത് അതിനുശേഷമാണ് നമുക്ക് വിസ കിട്ടുന്നത്. വിസ കിട്ടി ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ആദ്യം ചെയ്യുന്നത് മാൻ പവർ അതോറിറ്റിയാണ് ഇയാൾക്ക് ആ കമ്പനിയിൽ ജോലി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു വർക്ക് പെർമിറ്റ് ഇറക്കും. വർക്ക് പെർമിറ്റ് എന്ന് വെച്ചാൽ അവിടെ ജോലി, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള പെർമിഷൻ, ആ ഒരു അതിൻ്റെ പേരാണ് വർക്ക് പെർമിറ്റ് ഇറക്കുക. അതായത് സാലറി സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പറയുന്ന ആ വർക്ക് പെർമിറ്റ് ഇറക്കുക എന്നുള്ളതാണ്. വർക്ക് പെർമിറ്റ് ഇറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ വന്ന എക്സിറ്റിന് എന്തിനു വേണ്ടി വന്നു, ജോലി ചെയ്യാൻ വേണ്ടി വന്നു. അതിനുശേഷമാണ് നമ്മൾ MOA സമീപിച്ചതിന് ശേഷം വിസയുമായിട്ട് അയാളുടെ PCC ആയിട്ട് കാര്യങ്ങളെല്ലാം അറ്റസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള പ്രൊസീജിയറുമായിട്ട് MOAയിലേക്ക് പോയി അയാളുടെ റെസിഡൻസി ഇവിടെ അടിക്കുന്നത്, റെസിഡൻസിക്ക് പെർമിഷൻ കിട്ടുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ അയാളുടെ താമസവുമായിട്ട് ബന്ധപ്പെട്ട് അഡ്രസ്സ് കൊടുക്കുന്നത്. ആ അഡ്രസ്സ് കൊടുത്തതിന് ശേഷമാണ് അയാളുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഈ സമയത്താണ് അദ്ദേഹം ഇവിടുന്ന് ആരും പറയാതെ നാട്ടിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ ആദ്യ നടപടി എന്ന് പറയുന്നത് ഇതേപോലെ ആ കൊടുത്ത ആദ്യം നമ്മൾ എന്ത് ചെയ്തോ അവിടെ ആദ്യം ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രമേ MOAയിൽ പോയി ക്യാൻസൽ ചെയ്ത് പുറത്തേക്ക് പോയാൽ യാതൊരു കുഴപ്പമില്ല. അതല്ലാതെ ഈ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാതിരിക്കുകയും അയാൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ആദ്യം ചെയ്യുന്ന ജോലി വർക്ക് പെർമിറ്റ് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ വർക്ക് പെർമിറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ കിടക്കും. അപ്പം അദ്ദേഹത്തിന് പുതിയൊരു ഇതേ പാസ്പോർട്ടിലും ഇതേ ഇതിലും വിസ രണ്ടാമത് വരില്ല. കാരണം അത് അദ്ദേഹം ക്യാൻസൽ ചെയ്യാതാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പം നിലവിൽ അദ്ദേഹം ക്യാൻസൽ ചെയ്യണമെന്നത് ഒരു പക്ഷേ ആ കമ്പനിക്ക് ഒരുപാട് വലിയ കമ്പനികളായിരിക്കാം. ഈ ചെറിയ കമ്പനികളാണെങ്കിൽ അത് അദ്ദേഹം പോയപ്പോൾ തന്നെ ചിലപ്പം 6 മാസം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ചെയ്യാം. ഈ യൂസറും പാസ്വേഡും ഉള്ള ആ വർക്ക് 6 മാസത്തിന് ശേഷം അദ്ദേഹം എന്ന് അയാളുടെ വിസ തീരുന്നു അല്ലെങ്കിൽ 6 മാസം പുറത്തേക്ക് പോകുമ്പം ഈ കമ്പനികൾക്ക് അതിനുള്ള അധികാരം അവരുടെ സിസ്റ്റങ്ങളിലൂടെ തന്നെ ഉണ്ട്. അത് അവർക്ക് ക്യാൻസൽ ചെയ്യാം. അതിനുള്ള ഓപ്ഷനുണ്ട്, 3-4 ഓപ്ഷനുണ്ട്. കമ്പനി പുറത്തേക്ക് പോയി 6 മാസത്തിന് ശേഷം വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കാണ് ക്യാൻസൽ ചെയ്യാം. ചില കമ്പനികൾ അത്തരത്തിൽ നോക്കുകയോ അവരുടെ സിസ്റ്റം ശ്രദ്ധിക്കുകയോ ചെയ്യാതെ ചിലപ്പോൾ ഒരുപക്ഷെ ആ കമ്പനി അപ്പോൾ തന്നെ ആൾക്കാരെല്ലാം നഷ്ടപ്പെട്ട് ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടായാൽ അത് അതുപോലെ തന്നെ കിടക്കും. അത് ക്യാൻസൽ ചെയ്യുന്നില്ല. ക്യാൻസൽ ചെയ്യാതെ ഒരു കാരണവശാലും അയാൾക്ക് ഇതേ പാസ്പോർട്ടിൽ ആ നമ്പർ പാസ്പോർട്ടിലുള്ള അതേയുള്ള പാസ്പോർട്ടിൽ തിരികെ അതിലേക്ക് വരാൻ പറ്റില്ല. കാരണം വർക്ക് പെർമിറ്റ് പ്രീ വർക്ക് പെർമിറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അവിടെ സിസ്റ്റം എഴുതി കാണിക്കും ഇദ്ദേഹത്തിന് ഓൾറെഡി ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുതിയ വിസ കിട്ടാത്തതല്ല, പുതിയ വർക്ക് പെർമിറ്റ് കിട്ടാത്തതാണ്. പുതിയ വർക്ക് പെർമിറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ വിസയ്ക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ തരത്തിൽ അവർക്ക് വരാൻ കഴിയാത്തത്. അപ്പം അവർ ചെയ്യേണ്ടത് അവരുടെ ബന്ധപ്പെട്ട ആദ്യം എവിടെയാണോ അവർ പോയ ആ കമ്പനിയുടെ അതിൻ്റെ അതോറിറ്റിയുള്ള ആൾക്കാരെ വിളിച്ച് ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിൽ അവരുടെ സിസ്റ്റം തുറന്നതിന് ശേഷം അവർക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആ സിസ്റ്റത്തിലൂടെ ഉണ്ട്. ആ ക്യാൻസലേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം അവർക്ക് കയറി വരാം. ആ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാത്തടത്തോളം കാലം അവർക്ക് പുതിയൊരു വിസയിലേക്ക് വരാൻ കഴിയും. പക്ഷേ ആ കമ്പനി അത് ക്യാൻസൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കമ്പനി ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഇതെന്ന് പറയുന്നത് ജോലി പുതിയൊരു പാസ്പോർട്ടിലേക്ക് അദ്ദേഹത്തിന് കടന്നു വരാം. പക്ഷെ അത് കടന്നു വന്നതിന് ശേഷം വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാൻ സാധിച്ചു? കടന്നു വന്നതിന് ശേഷം യാതൊരു ഇഷ്യൂ ഇല്ല. ഏതെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഇവിടെ വന്നതിന് ശേഷം പിന്നീട് നമുക്ക് അത് പഴയ സിവിൽ ഐ ഡി നമ്പർ ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയതിലേക്ക് വരികയോ ഒക്കെ ചെയ്യാം. അത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല.
പക്ഷേ ഈ രീതിയിലാണ് സാധാരണഗതിയിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പാസ്പോർട്ടിലൂടെ പുതിയ പാസ്പോർട്ട് നമ്പർ വരുമ്പോഴത്തേന് പുതിയ MOI നമ്പർ വരും. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ പഴയ ഡീറ്റെയിൽസുകൾ അവിടെ ഇത് ചെയ്യാതായി വരും. അങ്ങനെയാണ് ആൾക്കാർ കടന്നു വരുന്നത്. നോർമൽ രീതിയിൽ ക്യാൻസൽ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു വിഷയവും ഇല്ല. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.